എങ്കിലും സൗന്ദര്യത്തെ എന്തടിസ്ഥാനത്തിലാണ് ഈ തള്ള നിർവചിക്കുന്നത്? ഈ തള്ളയുടെ ക്യാൻസർ പിടിച്ച നാവിൽ നിന്ന് ഇരുട്ടുമാറി പകല് വരുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം കറുപ്പും വെളുപ്പും പരസ്പര പൂരകങ്ങളാണ്. ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ചില സവിശേഷമായ നിറങ്ങൾ മാത്രമാണത്. അതിനകത്ത് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കി സഹജീവിയെ സ്നേഹിച്ചും പരിഗണിച്ചും ജീവിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത്, പണം, ആർഭാടം, നിറം, കൊടി, പാർട്ടി, മതം, ഇതൊന്നും രണ്ട് വ്യക്തികൾ തമ്മിൽ സൗഹൃദം പങ്കിടുന്നതിന് മാനദണ്ഡമല്ല. ഒരു കാലഘട്ടത്തിലും കറുത്തിരിക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പക്ഷേ നമ്മൾ ഇപ്പൊ അത് മനസ്സിലാക്കുന്നു. അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇന്നത്തെ പ്രബുദ്ധരായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകള് ഇതിനെ ഒന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്ന ആളുകളല്ല. അപ്പോ ചില ഫോട്ടോകള് ഒന്ന് വെളുത്തു പോയാല് വെളുപ്പിച്ചില്ലേ, ഏതാ ഫിൽറ്റർ, അതിനെയൊക്കെ ആ സെൻസിൽ തന്നെ നമ്മളൊക്കെ കാണാറുള്ളൂ. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെളുപ്പ് എന്ന് പറയും. പക്ഷേ എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. രണ്ടും വ്യത്യസ്തമാണ്. അതിന്റെ മേഖലയിൽ അത് വ്യത്യസ്തമാണ്. കറുപ്പ് കറുപ്പിന്റെ മേഖലയിൽ ഓക്കെയാണ്, വെളുപ്പ് വെളുപ്പിന്റെ മേഖലയിൽ ഓക്കെയാണ്. അതല്ലാതെ ഇവര് വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പോ സത്യഭാമയ്ക്കെതിരെ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ്, സോഷ്യൽ മീഡിയ തുറന്നാൽ അത് മാത്രമേ കാണുന്നുള്ളൂ. കാരണം എല്ലാവർക്കും അത് കൊണ്ടു. നമുക്കൊക്കെ എവിടെയൊക്കെയോ കൊളുത്തി വലിച്ചിട്ടുണ്ട്. അത് സൗന്ദര്യം എന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞ് തകർക്കാനിരിക്കുന്ന വിവരമില്ലാത്ത ഒരു സ്ത്രീയാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത് തൊലി വെളുപ്പും കുറച്ച് മേക്കപ്പും പിന്നെ വാചാലമായി സംസാരിക്കാനും ആരെയും അടച്ചാക്ഷേപിക്കാനും ഒക്കെയുള്ള ഒരു ഇതാണ് സൗന്ദര്യം എന്നാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്. ഇവര് കാക്കയുടെ നിറമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ തള്ളയുടെ കോൺസെപ്റ്റില് എന്താണ് സൗന്ദര്യം? കാക്കയ്ക്ക് എന്തേ സൗന്ദര്യം ഇല്ലേ? ഒരാളെ നിറവും സൗന്ദര്യവും ഒക്കെ പറഞ്ഞ് ഇവര് തകർക്കാൻ ശ്രമിക്കുമല്ലേ. ആ മനുഷ്യന് ഇന്നത് സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് ബൈജു അയാൾ ഒരു പോസ്റ്റ് ഇട്ടു, നമ്മളെല്ലാവരും അത് അറിഞ്ഞു. ഇങ്ങനെ പോലും പ്രതികരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ അയാൾ സ്വയം ഇരുന്ന് ഉരുകില്ലേ? അയാൾ നീറി നീറി മരിക്കില്ലേ? അങ്ങനെ നീറി സ്വയം പരിഹാസ്യരായി പല മേഖലകളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവരില്ലേ? അപരവൽക്കരിക്കപ്പെട്ടവരില്ലേ? അവർക്ക് കഴിവുണ്ടായിട്ടല്ല, അറിവുണ്ടായിട്ടല്ല, ആർജവമില്ലാത്തത് കൊണ്ടല്ല. ഇത്തരം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ, ഇവരുടെ പരിഹാസങ്ങള്, അപഹാസ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് സഹിച്ചു മുന്നോട്ട് പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എത്രയോ വേദികളിൽ നിന്നും പല ആളുകളും മുൻ കാലഘട്ടങ്ങളിലൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇപ്പോ ഇവരുടെ അടുത്ത് കുട്ടികളെ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനിയെങ്കിലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതുപോലെയുള്ള ജാതി വെറിയുമായി നടക്കുന്ന, വർണ്ണ വിവേചനവുമായി നടക്കുന്ന, മനുഷ്യർക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ എന്താണ് എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതവും മര്യാദയും ഇല്ലാത്ത ഇത്തരം സ്ത്രീയെ കണ്ട് പഠിച്ചാൽ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ നമ്മള് രാമകൃഷ്ണൻ എന്ന കലാകാരന്റെ കഴിവ് കണ്ടവരാണ് നമ്മൾ. അദ്ദേഹത്തിന്റെ നൃത്തത്തിലൂടെ 44 വർഷമായി നർത്തകി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ പെൺപിള്ളയെ എത്ര പേർക്കറിയാം? ഞാൻ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ തള്ളയെ കുറിച്ച് കേട്ടിട്ടില്ല. വൈദ്യു കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഈ സാധനത്തിനെ എനിക്കറിയില്ല. പക്ഷെ രാമകൃഷ്ണനെ നമുക്ക് എത്രയോ നാളുകളായിട്ട് അറിയാം. അപ്പോ ഒന്നും ആകാൻ പറ്റാത്തതിന്റെ ഒരു നിരാശയാണ് ഈ തള്ളയുടെ മനസ്സില്. കാരണം അത് തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നുണ്ട്, RLV എല്ലാവരും അറിയാലോ, എന്നെന്താ നിങ്ങൾ അറിയാത്തത്, അത് സ്വന്തം കയ്യിലിരിക്കൊണ്ടാണെന്നുള്ളത് തള്ള തെളിയിച്ചു എന്നുള്ളതാണ്. അതെ, അറിയിക്കാൻ ഒരു ശ്രമമാണ് ഈ തള്ള ഇതിലൂടെ നേടിയെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്നെ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്, എന്നെ എന്താ നിങ്ങളൊന്ന് വൈറലാക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ ഇന്റർവ്യൂ എടുക്കാത്തത്, നിങ്ങൾ എന്നെ ചാനലിൽ കൊണ്ടുപോവാം, അങ്ങനെ എല്ലാ ചാനലുകളിലും ഞാനൊന്ന് നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോ ഇത്രയും വയസ്സായപ്പോഴാണ് തള്ള നിൽക്കുന്ന മേക്കപ്പ് കണ്ടോ. കാരണം ചാനലുകാർ വരുമല്ലോ, ഫുള്ള് ചാനലുകാരും വരും. അവരുടെ മുമ്പില് തള്ള എന്തോ വലിയ സംഭവമായിട്ട്. പക്ഷേ
രാമകൃഷ്ണൻ ഉണ്ടല്ലോ, ഒരു മേക്കപ്പിന്റെയും ആവശ്യമില്ല. അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ എളിമത്വം എന്താണെന്ന് പറയാം. അയാള് ഈ സ്ത്രീയുടെ ഈ പരാമർശത്തിനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇടുക ചെയ്തത്. നമ്മളൊക്കെ ആണെങ്കിൽ വൈകാരികമായിട്ട് തള്ളയുടെ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ആ ഫ്രസ്ട്രേഷൻസ് എങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ ശ്രമിക്കില്ലേ? അതല്ലെങ്കിൽ രണ്ടുപേരോട് വിളിച്ചിട്ട് അതെ ഈ തള്ള കണ്ട, എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെങ്കിലും നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഒരു വൈകാരികത നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെയല്ല ഇയാൾ ചെയ്തത്. അയാളുടെ ആ വിദ്യാഭ്യാസ യോഗ്യതകൾ അയാളെ പക്വമതിയാക്കി. വളരെ വിവേകത്തോടു കൂടിയാണ് അയാൾ അങ്ങനെ ഒരു പ്രതികരണം കാഴ്ചവെച്ചത്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇന്നതാണ് പഠിച്ചിരിക്കുന്നത്, ഇവരെന്നെ അധിക്ഷേപിക്കാൻ തുടങ്ങിയത് ഇന്നല്ല, മോഹനൻ കളിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് വളരെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ. അതുകൊണ്ടാണ് കേരളം ഒറ്റക്കെട്ടായിട്ട് അയാളുടെ കൂടെ നിന്നതും. അതുകൊണ്ടാണ് ഞാന് രാമകൃഷ്ണൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഒന്ന് ശ്രമിച്ചോ. എല്ലാ കാലത്തും ഇതുപോലെ തന്നെ കൃത്യമായിട്ടും കാലങ്ങളായി നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കേരള ചരിത്രത്തിലും ഇതേവരെ കാണാത്ത ഒരു കാര്യമാണ് ഇന്ന് ലൈവായിട്ട് നമ്മൾ എല്ലാവരും കണ്ടത്. മാത്രമല്ല അതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ളത്. പക്ഷെ ഇതുപോലെ ഈ സംഭവത്തിന് മാത്രമായിരിക്കരുത് കേരളത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടെടുക്കൽ എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇതിനു മുൻപും നടന്നിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ, മാത്രമല്ല നമ്മുടെ കേരള ജനതയുടെ എല്ലാവരും പറയുന്ന ഒരു പഴി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയം ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ മറ്റൊരു വിഷയം വരുമ്പോൾ ആദ്യം വന്ന വിഷയം പുറത്താക്കിക്കൊണ്ട് പുതിയ വിഷയത്തിന് പിറകെ ഓടുന്ന മലയാളിയുടെ ആ സ്വഭാവം മാറേണ്ടതുണ്ട്. കാരണം ഇന്നിപ്പോൾ രാമകൃഷ്ണൻ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് നാളെ ഇതേപോലുള്ള സമാന സംഭവങ്ങൾ കടന്നു വരുന്ന സമയത്ത് മാത്രം നമ്മൾ പ്രതികരിച്ചാൽ പോരാ. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഇന്നിവിടെ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ലോകത്താകമാനം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ നമ്മൾക്കറിയാം. വസുദൈവ കുടുംബകം എന്നതാണ്, എന്റെ ലോകത്താകമാനമുള്ള ആളുകൾ എന്റെ കുടുംബാംഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ലോകത്താകമാനം ഒന്നും പോണ്ട. നമ്മൾ ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിലുള്ള ഈ പാവയ്ക്ക വലുപ്പത്തിലുള്ള ഈ കേരളത്തിലെ ആളുകൾ തന്നെ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ കുടുംബാംഗങ്ങൾ ആണ് എന്ന രീതിയിൽ പെരുമാറിക്കൊണ്ട് തന്നെ എവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാലും അതിന്റെ ആദ്യ മണിക്കൂറിൽ മാത്രം പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആ സ്വഭാവം മലയാളി മാറ്റേണ്ട ഒരുപാട് നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ശ്രീ രാമകൃഷ്ണൻ ജി കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു 9 മണിക്ക് ശേഷം. എനിക്ക് അറിയില്ല ടീച്ചർ വിളിച്ചു എന്നുള്ളതാണ്, എന്താണെന്ന് നോക്കാം. എന്തായി ടീച്ചർ? പല ചാനലുകളിലും ഇന്ന് രാമകൃഷ്ണന്റെ ഇന്റർവ്യൂ ഉണ്ട്, റിപ്പോർട്ടർ ചാനലിലൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു 9 മണി വരെ തിരക്കിലായിരിക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിയുമ്പോ പിന്നെ ഒന്ന് വിളിച്ചാൽ മതി, ടീച്ചർ വിളിച്ചാൽ മതി, ഞാൻ ജോയിന്റ് ആകാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ലിങ്ക് ഒക്കെ ഇട്ട് കൊടുത്തു. എന്തോ കക്ഷി ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ഒക്കെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. ബൈജു, പിന്നെ നമ്മുടെ മാധ്യമങ്ങളെ വിട്ടുപോയ ഒരുപാട് വിഷയമുണ്ട് കേട്ടോ. ഈ സ്ത്രീ ആക്ഷേപിക്കുന്നതിന്റെ പരമാവധി ആക്ഷേപിച്ചിട്ടുണ്ട്. പട്ടിയുടെ വാലിലും ഇപ്പോൾ ഭരതനാട്യമാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവര് എന്തുവാ ആദ്യം ഈ രൂപത്തിൽ അധിക്ഷേപിച്ചല്ലോ ഒരു മനുഷ്യനെ, അതിന് പ്രതികരണം എടുക്കുവാണ് ആളുകള്. ആ സമയത്ത് അടുത്ത പ്രതികരണം പറയാണ് പട്ടിയുടെ വാലിലും ഇപ്പോൾ ഭരതനാട്യമാണ്. വീണ്ടും അധിക്ഷേപവുമായിട്ട് വരികയാണ് ഈ തള്ള. എന്നിട്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്നും പറയും. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഈ തള്ള ഉറഞ്ഞു തുള്ളുവാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു വിരോധവുമില്ല. വൃത്തികേടാണോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തീരുമാനിച്ചോ. എന്ത് ധാർഷ്ട്യമാണ്! ഒരു മനുഷ്യനെ അധിക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി അധിക്ഷേപിച്ചിട്ടും പട്ടിയുടെ വാലിനോട് വരെ ആ മനുഷ്യനെ ഉപമിച്ചിട്ടും ഈ തള്ളയ്ക്ക് മതിയാകുന്നില്ല. എല്ലാ മനുഷ്യരും ജീവിക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ മേഖലകൾ തിരഞ്ഞെടുക്കുന്നത്. അതിന് ഈ തള്ള പറയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണിക്കുവാണെന്ന്. ഇയാൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് MPhil വരെ എത്തിയത് മോഹിനിയാട്ടത്തില്. ഒരു ഗതിയും പരഗതിയും ഇല്ലാന്ന്. ഈ തള്ള ചിലപ്പോൾ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചതായിരിക്കും. കലാഭവമണി അനുഭവിച്ച പട്ടിണിയുടെ വേദന എന്താണെന്ന് അയാളുടെ ഒരൊറ്റ നാടൻ പാട്ടിലൂടെ നാട് തിരിച്ചറിഞ്ഞതാ. അയാള് വിശന്ന് വരുമ്പോഴ് അമ്മ, അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടല്ലോ അല്ലെ, എന്തോ പാപ്പുണ്ടാക്കണം അമ്മ എന്നൊരു പാട്ട്, അതിനകത്ത് തന്നെയുണ്ട്. വയല് പൊട്ടിച്ച് അങ്ങനെ കണ്ടൊരു പാട്ട്. അപ്പൊ അതിനകത്ത് തന്നെ അറിയാം ഒരുപാട് വിഷമങ്ങളിലൂടെ പട്ടിണിയുടെ വേദനയിലൂടെ കടന്നു വന്നതാ. ഞാന് കലാഭവമണിയുടെ ഒരു പ്രോഗ്രാം നേരിട്ട് കണ്ടു ഒരിക്കല്. അയാള് ഒരു ജഡ്ജായിട്ടിരിക്കുകയാണ് കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്ന സദസ്സില്.
അപ്പൊ ഒരു കുട്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, മോനെ മണിച്ചേട്ടന്റെ അക്കൗണ്ടിൽ ഇത്ര രൂപയാണുള്ളത്, അത്ര രൂപയും മോന് തരാം, മോൻ പഠിച്ചോ. കാരണം എന്താ പറയുമ്പോ അയാൾക്ക് ആ വേദന അറിയാം. ഈ തള്ളയെന്നൊക്കെ പറഞ്ഞാല് വായില് വെള്ളിക്കരണ്ടിയും സ്വർണ്ണക്കരണ്ടിയും ഒക്കെ ആയിട്ട് ജനിച്ചതാ. അതുകൊണ്ട് അവർക്കൊരു പക്ഷേ ഈ പട്ടിണിയുടെ വേദനയും പ്രയാസങ്ങളും ആ ആ ഒരു പിന്നെ മത അന്തരീക്ഷത്തിൽ നിന്നും ഇങ്ങനെ പരിഹാസ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ മനുഷ്യനും ഈ മനുഷ്യന്റെ ജ്യേഷ്ഠനും ഇന്ന് ലോകത്തിനറിയാം കലാഭവമണി. ബോളിവുഡിലായിരുന്നാലും മോളിവുഡിലായിരുന്നാലും എല്ലാത്തിലും അഭിനയിച്ച് തന്റെ മികവ് തെളിയിച്ച് ഒരു കലാകാരനെ ലോകമറിയും. കലാഭവൻ മണി എന്ന് പറഞ്ഞാല് ആ രൂപത്തിലെത്താൻ ഇവർ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും. കലാഭവൻ മണി ഒരുപാട് ജാതീയതയില് അനുഭവിച്ച് അതിന്റെ വേദനയുടെ കയ്പുനീര് കുടിച്ചു വന്ന മനുഷ്യനാ. എന്നിട്ടും ഈ തള്ള പറയാണ് ഞാൻ ആരെയും തേജോവധം ചെയ്തിട്ടില്ലാന്ന്. തള്ളയ്ക്ക് 66 വയസ്സുണ്ട്. ഈ 66ാമത്തെ വയസ്സിലാണ് ഇവർ ഇത്തരം ഒരു വർഗവെറി പുറത്തുവിട്ടതെങ്കിൽ ഇത്ര കാലവും ഏതെല്ലാം രൂപത്തിലായിരിക്കും ഈ ജാതീയത പറഞ്ഞിട്ടുണ്ടാകുക. ഇവരുടെ അടുത്ത് വരുന്ന കുട്ടികള് കറുത്ത കുട്ടികളാണെങ്കിൽ ഈ വെളുത്ത കുട്ടികൾക്കിടയില് ഈ തള്ള എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും ആ തൊലി കറുത്ത കുട്ടികളെ. എന്നിട്ട് ഇവര് ചോദിക്കുക 66ാം വയസ്സില് എന്റെ അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമില്ലേന്ന്. മട്ടല് വെട്ടി അടിക്കണം ഈ തള്ളയേക്ക്. മര്യാദയില്ല, മാനദണ്ഡമില്ല, മനുഷ്യത്വമില്ല. തന്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്ന കലാമണ്ഡലം എന്ന പദവിയോട് ഇവർക്ക് യാതൊരു നീതിബോധവും പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവര് സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് തൊലി കറുത്ത മുഴുവൻ കലാകാരന്മാരെയും ആ മേഖലയിൽ കഴിവുള്ള മുഴുവൻ കറുത്ത ആളുകളെയും അധിക്ഷേപിച്ചിട്ട് പോലും ഈ തള്ളയ്ക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇക്കണ്ട മാധ്യമങ്ങളെല്ലാം മയക്കുമായിട്ട് എന്റെ പിന്നാലെ വരുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തോ ജനാധിപത്യ വിരുദ്ധതയുണ്ട് എന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് ഇവര് ചോദിക്കുകയാണ്, ഞാൻ കവലയിൽ നിന്ന് സംസാരിച്ചാലും ഞാനൊരു വ്യക്തിയുടെ പേര് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളെന്ന്. ചാലക്കുടിക്കാരൻ കലാകാരൻ എന്ന് പറഞ്ഞതോ പോരെ. എന്നിട്ട് ബൈജുവിന് ഓർമ്മയുണ്ടോ നമ്മുടെ ഷാജൻസ്കറിയക്കെതിരെ നമ്മുടെ ഗുണ്ടാക്കാക്ക കളിച്ചത്? ശ്രീനീജൻ MLA മുൻനിർത്തിയിട്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. ആ ജാതി കാർഡ് കാണിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയ വ്യക്തിയാണ് ഈ നീജൻ. പേര് നല്ലതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരിൽ ഇവര് കേസ് എടുത്താലോ. അതുകൊണ്ട് നമ്മുടെ ശ്രീനീജൻ ആ രൂപത്തിൽ MLA ആയത്. പക്ഷെ ആ ജാതി പിന്നീട് പറയുന്നത് കക്ഷിക്ക് ഇഷ്ടമല്ല. അവസാനം സുപ്രീം കോടതി വേണ്ടി വന്നു ഈ പ്രഭാഷണങ്ങൾ, അതായത് ഷാജൻസ്കറിയ ചെയ്ത വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും പച്ച മലയാളത്തിൽ ചെയ്തിട്ട് ഹൈക്കോടതിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതിനകത്ത് ജാതി വരിയില്ല, ഇതിനകത്ത് മതപരമായിട്ടുള്ളത് ഒന്നുമില്ല, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല, ഒന്നും ഷാജൻസ്കറിയ പറഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. സുപ്രീം കോടതിയിൽ പോയപ്പോൾ 4 മടക്ക് ശ്രീനീജന്റെ മോന്തയ്ക്ക് എറിഞ്ഞു എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് കേരളത്തിന് മനസ്സിലായത് ജാതി വലിയൊരു കാർഡാണല്ലേ, ജാതിയുടെ മഞ്ഞ കാർഡ് ഉപയോഗിച്ചിട്ട് പലപ്പോഴും പലയിടത്തും കയറാൻ പറ്റുമല്ലേന്ന്. അപ്പൊ ഒരു മതത്തിന്റെ പേര് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. കറുപ്പ്, വെളുപ്പ്, സങ്കടം, സന്തോഷം, രാത്രി, പകല്, ഈ വാക്കുകളൊക്കെ പിന്നെ എന്തിനാണ്? ഞാനാണെങ്കിൽ മോന്തക്കിട്ടൊരെണ്ണം കൊടുത്തേനെ തള്ളയുടെ കേട്ടോ. എന്നിട്ട് ഇവര് പറയാണ്, അപ്പം ആരോ ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ മുഴുവനും പിന്നെ എതിർക്കുന്നുണ്ട്. എന്നിട്ട് അവര് പറയാണ്, എനിക്കെതിരെ പൊതുവികാരം ഇളകിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത്, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിരോധവുമില്ല, ഞാനൊരു വൃത്തികേടും പറഞ്ഞിട്ടില്ല, നിങ്ങൾ തീരുമാനിച്ചോ ഇത് വൃത്തിയുള്ളതാണോ വൃത്തിയില്ലാത്തതാണോ, നിറങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, കറുപ്പും വെളുപ്പും, പിന്നെ എന്തിനാണ്? നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എത്രയോ സ്ഥലത്ത് മത്സരത്തിന് ജഡ്ജായി പോയിട്ടുണ്ടെന്ന് ആ വിളിച്ച പാനലുകാരുടെ കുഴപ്പമൊന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ തള്ള ജഡ്ജായിട്ടിരുന്നു. ബൈജു ഒന്ന് ചിന്തിച്ച എത്ര കറുത്ത എഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. ഇവനിരുന്ന മുഴുവൻ ജഡ്ജിങ് പാനലിലെ കുട്ടികളെയും അതിനകത്ത് കിട്ടിയ വിന്നർമാരെയും വീണ്ടും പുനർപരിശോധനയ്ക്ക് വിധേയരാക്കണം. കാരണം എത്രയോ കറുത്ത കുട്ടികൾ വർഷങ്ങളായിട്ട് അവരെടുത്ത എഫേർട്ടിന് റിസൾട്ട് ഇല്ലാതെ പോയപ്പോൾ ഒരുപക്ഷെ ഈ മേഖല തന്നെ അവര് വെറുത്തിട്ടുണ്ടാകും. എത്രയോ കുട്ടികൾ അവരുടെ കഴിവുകൾ വലിച്ചെറിഞ്ഞിട്ട് കട്ടയും മണ്ണും ചുമക്കാൻ പോയിട്ടുണ്ടാകും. എത്രയോ കുട്ടികളുടെ ഭാവി ഇവർ തകർത്തിട്ടുണ്ട്. എത്രയോ മാതാപിതാക്കൾ, നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം, ഒരുപാട് മാതാപിതാക്കൾ മുന്നോട്ട് വരും ഈ തള്ള തകർത്ത തല. കഴിഞ്ഞ ദിവസം ഞാൻ കൈയുടെ ചാവക്കാട് പോയിട്ട് വരിക. അപ്പൊ ഒരു ബസ്സില് ഭയങ്കര ബഹളം ഒരു സ്ത്രീയുമായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ മിണ്ടാതിരുന്നു കുറച്ചു നേരം.
ഇക്ക പറയുന്നുണ്ട് ഈ സ്ത്രീയാണ്, ഈ ടീച്ചറാണ് എന്റെ ജീവിതം തകർത്തത്. ഞാൻ ചോദിച്ചു എന്തു പറ്റി? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ താമസിച്ചു വന്നതിന് ഇവരെന്നെ പിടിച്ച് പുറത്തു നിർത്തി. അന്നൊക്കെ അങ്ങനെയാണല്ലോ. രാവിലെ മുതല് വൈകുന്നേരം വരെ ഞാൻ നിന്ന് വെയില് കൊണ്ടു. അടുത്ത ദിവസം വാപ്പായെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വാപ്പ അന്ന് പലചരക്ക് കടയും ഹോട്ടലും ഒക്കെ ഉണ്ട്. വാപ്പ പോയിട്ടില്ലെങ്കിൽ കട അവരുടെ ജീവിതം വഴി വിട്ടിപ്പോകും. അപ്പൊ വാപ്പ എന്ത് ചെയ്തു? മാമായോട് പറഞ്ഞു മോനെ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കുന്നു. മാമ പകുതി വഴി എത്തിയപ്പോ ഇക്കായെ ഇറക്കി വിട്ടിട്ട് സോപ്പ് കടയുടെ പിന്നാലെ പോയി. അങ്ങനെ പിറ്റേ ദിവസം പോയപ്പോൾ ഈ സ്ത്രീ ഈ ടീച്ചർ ക്ലാസ്സിൽ കയറ്റിയില്ല. അടുത്ത ദിവസം പോയപ്പോൾ അടുത്ത ദിവസവും ക്ലാസ്സിൽ കയറ്റിയില്ല. അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ടാണ് 10ാം ക്ലാസ് പഠിച്ചെഴുതുന്നത്. ഇങ്ങനെ കുട്ടികളുടെ ജീവിതം തകർത്ത ഒരുപാട് പേര് മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് പ്രതികരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. ഞാൻ എഴുതി തരാം ബൈജു, ഒരുപാട് പേരുടെ ജീവിതം ഈ സ്ത്രീ തകർത്തു എന്ന് പറഞ്ഞ് വരും ദിവസങ്ങളിൽ ഒരുപാട് മാതാപിതാക്കളുടെയും സ്റ്റുഡൻസിന്റെയും കണ്ണുനീര് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. യെസ്, എന്തായാലും നിറത്തിലും വർണ്ണത്തിലുമല്ല കാര്യമുള്ളത്, കഴിവിലാണ് എന്നുള്ളത് ഈ RLV രാമകൃഷ്ണനെ ജനങ്ങൾ, ലോകത്താകമാനമുള്ള ജനങ്ങൾ അറിയുമെന്നുള്ളതും ഈ വൃത്തികെട്ട, ഈ വെളുത്ത ആ പൗഡർ പൂശി നടക്കുന്ന ഈ മുതും കിളവി, ഈ തള്ള ഇത് അറിയുന്നത് തന്നെയാണ്. ഈ തള്ളയ്ക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ട എന്ന് പറയുന്ന അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ സ്ത്രീയെ, ഈ നികൃഷ്ട ജന്തുവിനെ എന്തായാലും കാണുന്നിടത്ത് വെച്ച് അവരുടെ വീട്ടിൽ കയറി നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ അഹങ്കാരത്തോടു കൂടി പറയുന്നുണ്ട് എന്റെ മതിൽ കെട്ടിലാണ്, ഇറങ്ങിപ്പോ എന്നുള്ളതൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ ഈ തള്ള പുറത്തു വരുമ്പോൾ നിങ്ങൾ ഓരോ പ്രേക്ഷകരും കൃത്യമായിട്ടും അറിയാം, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഈ തള്ളയെ കൃത്യമായിട്ടും അറിയും. നമ്മുടെ നാട്ടിലേക്ക് എന്തായാലും വരില്ല. വരുമ്പോൾ കൃത്യമായിട്ടും അമേധ്യത്തിൽ മുക്കിയ ചൂല് കൊണ്ട് ഇവരുടെ കാലിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ക്രിമിനൽ കുറ്റത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള കേസൊന്നും ആരും എടുക്കേണ്ട. അത്തരത്തിലാണ് ഈ നികൃഷ്ട ജന്തുക്കളോട് പെരുമാറേണ്ടത്. അത് ആ നാട്ടുകാരെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ തൽക്കാലം നമുക്ക് ഈ ചൊറിയാതെ വയ്യയുടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ വീണ്ടും നമ്മുടെ ചൊറിയാതെ വയ്യയുമായി 8:30 മുതൽ 9:30 വരെ ഒരു അരമണിക്കൂർ മുന്നോട്ട് മാറ്റിയിട്ടുണ്ട്. അത് മാന്യ പ്രേക്ഷകരോട് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. 8:30 മുതൽ 9 വരെ പുതിയ വിശേഷങ്ങളുമായി നമ്മൾ നാളെ വീണ്ടും വരും വരെ അതുവരെ നമുക്ക് തൽക്കാലം നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഗുഡ് നൈറ്റ്. ശുഭരാത്രി.